Here we discuss the formation of a partial differential equation by eliminating arbitrary constants. Arbitrary constants eliminate ചെയ്ത് partial differential equation ഫോം ചെയ്യുന്നതാണ് ഇവിടെ പഠിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, z is equal to ax plus by. ഓക്കെ, z is equal to ax plus by. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത പാർഷ്യൽ ഡെറിവേറ്റീവ്സും വേരിയബിൾസും മാത്രം ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. അപ്പോൾ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ആക്കണമെങ്കിൽ ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിതിനെ ആദ്യം എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വൈ വെച്ച് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വീണ്ടും ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എത്ര പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു കാര്യം നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക. എ ബി, അതായത് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2. എത്ര വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ. അപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് 2. ഇപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായാലും ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്, ഇസഡിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒന്ന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ്, അടുത്തത് വിത്ത് റെസ്പെക്ട് ടു വൈ ഡോ സെഡ് ബൈ ഡോ വൈ. നമ്മൾ സാധാരണ ഡോ സെഡ് ബൈ ഡോ എക്സിനെ പി എന്നും സ്മോൾ ലെറ്റർ പി എന്നും ഡോ സെഡ് ബൈ ഡോ വൈനെ സ്മോൾ ലെറ്റർ ക്യൂ എന്ന് റെപ്രസെൻ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഓർഡർ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ എനെയും ബിനെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 1നെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് നോക്കാം. അതായത് ഇസഡിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്. എന്താണ് ഡെറിവേറ്റീവ്, എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്, പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ എന്താണ്, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്, സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതായത് നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തത് വീണ്ടും നമുക്ക് ഇതുവരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഒരു ഇക്വേഷൻ കൂടെ ഫോം ചെയ്ത് നോക്കാം. പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് ദ ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഇസഡിനെ വൈ വെച്ച് ചെയ്യുമ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എ എക്സ്. എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ 0, ബി ഇൻറ്റു വൈ, ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ 1. അതായത് ഡോ സെഡ് ബൈ ഡോ വൈനെ ക്യൂ എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ ക്യൂ ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് റിലേഷനുണ്ട്, എ ഇസ് ഈക്വൽ ടു പി എന്നും അത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം, ബി ഇസ് ഈക്വൽ ടു ക്യൂ എന്നും ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ഒരുമിപ്പിച്ചാൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് എയും ബിയും ഇല്ലാത്ത പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ ചെയ്യാം, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ 1ൽ ഇൻ ഇക്വേഷൻ 1 പുട്ട് എ ഇസ് ഈക്വൽ ടു പി, നമുക്ക് എ ഇസ് ഈക്വൽ ടു പി എന്ന് കിട്ടി, ആൻഡ് ബി ഇസ് ഈക്വൽ ടു ക്യൂ. ബിക്ക് പകരം ക്യൂ എന്നും എക്ക് പകരം പി എന്നും കൊടുത്താൽ ഇക്വേഷൻ എന്തായി മാറും, ഇസഡ് ഇസ് ഈക്വൽ ടു എ എക്സിന് പകരം പി എക്സ് പ്ലസ് ബി വൈക്ക് പകരം ക്യൂ വൈ. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ നോക്കിക്ക്, അതിനകത്ത് വേരിയബിൾസ് എക്സ് വൈ ഫംഗ്ഷൻ ഇസഡ്, പിന്നെ എന്താ ഉള്ളത് പിയും ക്യൂവും, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ഒബ്റ്റെയിൻഡ് ബൈ എലിമിനേറ്റിംഗ് എ ആൻഡ് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ എക്സ് മൈനസ് എ പ്ലസ് വൈ മൈനസ് ബി. മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. ഇക്വേഷൻ 1 കൊടുക്കുക. വേരിയബിൾസിൻ്റെ എണ്ണം 2 ആണ്, അതുപോലെ
ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണവും 2 ആണ്. എ ബി എക്സ് വൈ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ്. എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് എന്താണ്? ടേം ബൈ ടേം ചെയ്യുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുമ്പോൾ 1 അല്ലേ, മൈനസ് എ എന്ന് വരും അല്ലേ, 1 മൈനസ് 0 എന്ന് വരും. എയുടെ ഡെറിവേറ്റീവ് 0, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ഉം എയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ? 1 മൈനസ് 0 പ്ലസ് വൈ മൈനസ് ബി. വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ബിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് 0 വരും. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. അതായത് പി ഈസ് ഈക്വൽ ടു 1. അടുത്തതോ വീണ്ടും നമ്മൾ ചെയ്യുവാണെങ്കിൽ ഡോ സെഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താലോ എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പം എക്സും വൈയും എയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. വിത്ത് റെസ്പെക്ട് ടു വൈയുടെ ഡെറിവേറ്റീവ് 1, ബിയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അതായത് ക്യൂ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ പി ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ തന്നെ അതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഇൻ വിച്ച് ഓൾ ദ ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് ആർ എലിമിനേറ്റഡ്. രണ്ടാമത്തെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും എയും ബിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ലെ പി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇവിടെ ക്യൂ ഈസ് ഈക്വൽ ടു 1, ഡോ സെഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതും ഈ പറയുന്ന ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നമുക്ക് റിക്വയർഡ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എയും ബിയും ആർബിട്രറി കോൺസ്റ്റൻസും എക്സും വൈയും വേരിയബിൾസും. അപ്പോൾ വേരിയബിൾസിൻ്റെയും കോൺസ്റ്റൻസിൻ്റെയും എണ്ണം സെയിം ആയതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അതായത് ഫസ്റ്റ് ഡോ സെഡ് ബൈ ഡോ എക്സ് ചെയ്യുക. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? 2x പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ്? വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0. എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0. ബി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 2x. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഫ്രം ദ ഗിവൺ ഇക്വേഷൻ. ഓക്കെ, പി ഈസ് ഈക്വൽ ടു 2x എന്ന് എഴുതാം. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ വൈ വെച്ച് ചെയ്യുവാണെങ്കിലോ ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിൻ്റെ ഇത് 2y, എ സ്ക്വയറിൻ്റെ 0, ബി സ്ക്വയറിൻ്റെ 0. അതായത് ക്യൂ ഈസ് ഈക്വൽ ടു 2y. ഇതും മറ്റൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ റീപ്ലേസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എക്സും വൈയും പിയും ക്യൂവും ആറും എസും ടിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്ന മെയിൻ ഇക്വേഷനിൽ നിന്നും ഡിഫറൻസിയേഷൻ വഴി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വഴി നമ്മൾ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണവും വേരിയബിൾസിൻ്റെ എണ്ണവും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് നേരെ ചെയ്തു പോയാലും മതി ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എ പ്ലസ് ഐ ബൈ ബി. അപ്പോൾ ആദ്യം പി കാണുക. പി ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ എക്സ്. എക്സ് ബൈ എയുടെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ്? 1/a ഇൻറ്റു എക്സ് ആണ് എക്സ് ബൈ എ. അപ്പോൾ 1/a ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, പ്ലസ് 0 എന്ന് വരും. വൈ കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഇത് 1/a. പി ഈസ് ഈക്വൽ ടു 1/a അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു 1/p എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി അടുത്ത് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ക്യൂ ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ക്യൂ. എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0. വൈ ബൈ ബിയുടേത് 1/b ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് 1/b എന്ന് കിട്ടും. അതായത് ക്യൂ ഈസ് ഈക്വൽ ടു 1/b
ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 1/q. അപ്പോൾ ഇത് രണ്ടും എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? z ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എക്ക് പകരം 1/p എന്നും y ഡിവൈഡഡ് ബൈ ബിക്ക് പകരം 1/q എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നും കൂടെ നമ്മൾ സിംപ്ലിഫൈ എഴുതുവാണെങ്കിൽ പി മേളിലേക്ക് വരും, പി എക്സ് പ്ലസ് ക്യു വൈ. ഇസഡ് ഇസ് ഈക്വൽ ടു പി എക്സ് പ്ലസ് ക്യു വൈ ആണ് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇസഡ് ഇസ് ഈക്വൽ ടു എ ബി എക്സ് വൈ. അപ്പോൾ ആദ്യം പി നോക്കാം. ഡോ സെഡ് ബൈ ഡോ എക്സ്. എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ കോൺസ്റ്റൻ്റ് ആണ്, ബി കോൺസ്റ്റൻ്റ് ആണ്, വൈ കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്കൊരു എ ബി ഇൻറ്റു എക്സ് എന്നൊരു ടേം വന്നാൽ നമ്മളതിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയും ബിയും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് എ ബി എന്നതിന് പകരം എ ബിയും വൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ ബി വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, നമുക്ക് പി ഈസ് ഈക്വൽ ടു എ ബി വൈ എന്ന് കിട്ടി. ഇനി വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴോ ക്യൂ ഡോ സെഡ് ബൈ ഡോ വൈ. ക്യൂ ഈസ് ഈക്വൽ ടു എന്താ പറയുക? എ ഇൻറ്റു കോൺസ്റ്റൻറ്റ് ബി ഇൻറ്റു എക്സ് കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ. വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എ ബി എക്സ് എന്ന് കിട്ടും. ഇപ്പം നമ്മുടെ അതിൽ 2 ഇക്വേഷൻ ഉണ്ട്. പി ഈസ് ഈക്വൽ ടു എ ബി വൈയും ക്യൂ ഈസ് ഈക്വൽ ടു എ ബി എക്സും അതുപോലെ സെഡ് ഈസ് ഈക്വൽ ടു എ ബി എക്സ് വൈയും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏറ്റവും എളുപ്പം നോക്കിക്കേ, ഈ ഇക്വേഷന് 1 കൊടുക്കുക, ഇക്വേഷന് 2 എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് എയും ബിയും ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനേക്കാളും നമുക്ക് എളുപ്പം ഒന്നുകിൽ നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു പി ബൈ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ നോക്കിയേ പി ഡിവൈഡഡ് ബൈ ക്യൂ. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ എന്ത് കിട്ടും? പി ഡിവൈഡഡ് ബൈ ക്യൂ. ഈ ഇക്വേഷനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പി ബൈ ക്യൂ ഈസ് എ ബി വൈ ഡിവൈഡഡ് ബൈ എ ബി എക്സ്. അപ്പോൾ എ ബി ക്യാൻസലായി പോയിട്ട് പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് കിട്ടും, അല്ലെങ്കിൽ പി എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ വൈ എന്ന് കിട്ടും. ഇത് തന്നെ വേറൊരു തരത്തിലും കൂടെ വേണമെങ്കിൽ ചെയ്യാം. നമുക്കിവിടെ പി ഈസ് ഈക്വൽ ടു എ ബി വൈ എന്ന് കിട്ടിയല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു പി ബൈ വൈ എന്ന് കിട്ടും അല്ലേ? വേണമെങ്കിൽ ഈ മൂന്നാമത് കിട്ടിയിരിക്കുന്ന ഈ റിലേഷൻ ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇസഡ് ഇസ് ഈക്വൽ ടു എ ബിക്ക് പകരം പി ബൈ വൈ എന്ന് കൊടുക്കുക, പി ബൈ വൈ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഓക്കെ, എ ബിക്ക് പകരം പി ബൈ വൈ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്ന് കൊടുക്കുക അല്ലേ? അപ്പോൾ ഈ വൈയും വൈയും ക്യാൻസലായി പോയിട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു പി എക്സ് എന്നും കിട്ടും. ഓക്കെ, അത് മറ്റൊരു സൊല്യൂഷനാണ്. ഓക്കെ, മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനി വേറെ തിരിച്ച് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ എ ബി എടുത്ത് വേറൊരു ഇക്വേഷനും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ യുണീക്ക് ആവണമെന്ന് നിർബന്ധമില്ല, നമ്മൾ ചെയ്യുന്ന രീതിക്കനുസരിച്ച് ഇക്വേഷൻ മാറും. പക്ഷെ നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമുക്കിവിടെ പി ചെയ്യാം, ഡോ സെഡ് ബൈ ഡോ എക്സ്, അല്ലെങ്കിൽ നമുക്കിത് പി എന്ന് എഴുതിയാൽ പോരെ. ഡോ സെഡ് ബൈ ഡോ എക്സ് പി ആണെന്ന് അറിയാമല്ലോ. പി ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡോ ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്താ? 1 ബൈ എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ആണല്ലേ? 1 ബൈ എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് വൈ സ്ക്വയർ ബി സ്ക്വയർ എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈ സ്ക്വയറും ബി സ്ക്വയറും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അത് നമുക്കിവിടെ എന്ത് കിട്ടി? പി ഈസ് ഈക്വൽ ടു 2x ബൈ എ സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ 2x. ഇതിൽ നിന്ന് വേണമെങ്കിൽ എ എടുത്തെഴുതാം, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ലാസ്റ്റ് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പി കിട്ടി. ഇനി അതേപോലെ തന്നെ അടുത്ത ഇക്വേഷനും ഫോം ചെയ്യുക, ക്യൂ, അതായത് ഡോ സെഡ് ബൈ ഡോ വൈ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സും എയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ ബി സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ 1 ബൈ ബി സ്ക്വയർ ഇൻറ്റു 2y എന്ന് വരും അല്ലേ? അതായത് 2y ബൈ ബി സ്ക്വയർ. ക്യൂ ഈസ് ഈക്വൽ ടു 2y ബൈ ബി സ്ക്വയർ. അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2y ബൈ ക്യൂ. ഇത് നമ്മുടെ ഇക്വേഷൻ 1 ആണ്.
ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 കിട്ടി, രണ്ടാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഇക്വേഷൻ 3 കിട്ടി. ഈ 3 ഇക്വേഷനും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ സ്ക്വയറിനെയും ബി സ്ക്വയറിനെയും എലിമിനേറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എ സ്ക്വയറിന് എന്തെന്ന് കൊടുക്കാം, എ സ്ക്വയറിന് p/2x എന്ന് കൊടുക്കാം, സെക്കൻഡ് ഇക്വേഷനിലെ വാല്യൂ കൊടുക്കാം. ഇവിടുത്തെ ബി സ്ക്വയറിന് എന്ത് കൊടുക്കാം, ബി സ്ക്വയറിന് 2y/q എന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ ഇക്വേഷൻ 1ൽ നമ്മൾ ഇക്വേഷൻ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ആൻഡ് 3 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് വരും, z = x² എ സ്ക്വയറിന് പകരം p/2x പ്ലസ് y² ബി സ്ക്വയറിന് പകരം 2y/q. ഓക്കെ, ശരിയല്ലേ? 2y/q. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നല്ലേ. a² = 2x/p ആണ്. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ശ്രദ്ധിച്ചില്ല. ഇവിടെ നമുക്ക് a² ഇങ്ങോട്ട് എടുക്കുമ്പോൾ b² എന്ന് പറയുന്നത് a² എന്ന് പറയുന്നത് 2x/p ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ p/2x അല്ല, സോറി 2x/p, 2x/p. ഇതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ z = px², റെസിപ്രോക്കൽ എടുക്കുക, മുകളിലേക്ക് പോകുന്നു, qy² / 2y. വേണമെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഒരു എക്സ് ക്യാൻസൽ ചെയ്താൽ px/2 പ്ലസ് qy/2. വേണമെങ്കിൽ ഒന്ന് 2നെ എൽസിയും കൂടെ എടുത്താൽ 2z = px പ്ലസ് qy. ഇതിനെ സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, z = x - a × y - b. അപ്പോൾ ആദ്യം p ∂z/∂x. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, x - a എന്ന് പറയുന്നതാണ് എക്സിൻ്റെ ഫംഗ്ഷൻ. y - b x വെച്ച് നോക്കുമ്പം കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ x - a × 3 എന്ന് എഴുതിയാൽ നമ്മൾ 3 × ഡെറിവേറ്റീവ് ഓഫ് x - a എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അതുപോലെ തന്നെ ഇവിടെ y - b എന്ന് പറഞ്ഞാൽ എക്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ ചെയ്യുന്നത്, ആ കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യും. y - b × ഡെറിവേറ്റീവ് ഓഫ് x - a. x - aയുടെ ഡെറിവേറ്റീവ് എന്താ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എയുടേത് 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, p = y - b × 1 അല്ലെങ്കിൽ y - b. ഇനി q ചെയ്യുക, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു y. അവിടെ ഇങ്ങനെ തന്നെയാണ്, y വെച്ച് ചെയ്യുമ്പോൾ എക്സും എക്സിൻ്റെ ഫംഗ്ഷനും കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇവിടെ നമുക്ക് x - a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു y - b എന്ന് വരും. അപ്പോൾ കോൺസ്റ്റൻ്റ് ഇൻറ്റു, അതായത് x - a ഇൻറ്റു y - bയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോൾ yയുടെ ഡെറിവേറ്റീവ് 1, bയുടേത് 0. ദാറ്റ് ഈസ് വി ഹാവ് q = x - a. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷനിൽ നിന്ന് p = y - b എന്നും q = x - a എന്നും കിട്ടി. ഈ രണ്ട് കിട്ടിയിരിക്കുന്ന റിസൾട്ടും ഫസ്റ്റ് ഇക്വേഷനിൽ ഉപയോഗിക്കുക. അതായത് z = x - aക്ക് പകരം q എന്നും y - bക്ക് പകരം p എന്നും യൂസ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. (2 × y - b (2). ഇവിടെ നമുക്ക് ആദ്യമേ p ചെയ്യാം, ∂z/∂x. അപ്പോൾ x വെച്ച് ചെയ്യുമ്പോൾ വൈയും വൈയുടെ ഫംഗ്ഷനും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് y - b (2) കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു x - a(2)ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇത് x⁻n ഫോമാണല്ലേ. x⁻n എന്ന് പറഞ്ഞാൽ n × x⁻n - 1 എന്ന് പറഞ്ഞ പോലെ x - a(2)ൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 2 × x - a(2 - 1 ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഫോമ x - aയുടെ ഡെറിവേറ്റീവ് അതെന്താ വരിക, 1 - എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എയുടെ 0. അതായത് ഇവിടെ നമുക്ക് 2 × x - a(1) എന്ന് വരും, ഇൻറ്റു 1 എന്ന്. ഓക്കെ, അതേപോലെ ക്യൂവിൻ്റെ വരുമ്പോൾ നേരെ തിരിച്ച് y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ x - a(2) കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു y - b (2) ചെയ്യുമ്പോൾ 2 × y - b എന്ന് വരും. ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, y - b (2) എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് p / 2 × x - a എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും x - a(2) എന്ന് പറയുന്നത് q / 2 × y - b എന്ന് കിട്ടും.
ഈ രണ്ട് ഇക്വേഷനെയും നമുക്ക് ഓക്കെ, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പോൾ അത് നമ്മളിനി ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് z ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയറിന് പകരം q ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വൈ മൈനസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. ഇനി വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന് പകരം പി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയറിന് എക്സ് മൈനസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് കുറച്ച് നമുക്ക് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. ഇത് നമുക്കിവിടുന്ന് പി ക്യു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു വൈ മൈനസ് ബി എന്ന് കിട്ടി. ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ എയും ബിയും സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയും ബിയും തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു വഴി, ഈ എക്സ് മൈനസ് എ ഇൻറ്റു വൈ മൈനസ് ബി എന്താണ്? ഇവിടെ നോക്കിക്കേ, എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ഇസഡ്. അപ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു വൈ മൈനസ് ബി എന്ന് പറയുന്നത് ഇസഡിൻ്റെ റൂട്ടാണ് അല്ലേ. ഇത് സ്ക്വയർ ആണല്ലോ. അപ്പം ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പം ഇസഡിൻ്റെ റൂട്ട് എടുക്കുമ്പം നമുക്കത് എക്സ് മൈനസ് എ ഇൻറ്റു വൈ മൈനസ് ബി എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എ ഇൻറ്റു വൈ മൈനസ് ബി എന്ന് പറയുന്നത് റൂട്ട് ഇസഡാണ്. അപ്പോൾ നമുക്കവിടെ റൂട്ട് ഇസഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നിന്ന് എയും ബിയും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇസഡ് ഈസ് ഈക്വൽ ടു പി ക്യു ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഇസഡ്. ഇനി ഇങ്ങോട്ട് റെസിപ്രോക്കൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2z റൂട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു പി ക്യു. കുറച്ചും കൂടെ നമുക്കിപ്പോൾ റൂട്ട് കളയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം മതി. ഇവിടെ 2 2 ഉണ്ട്, 2 ഇൻറ്റു 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 4 വരിക, 4 റൂട്ട് ഇസഡ് എന്ന് വരും. അപ്പോൾ 4z റൂട്ട് ഇസഡ് വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുവാണെങ്കിൽ 16 ഇസഡ് സ്ക്വയർ റൂട്ട് ഇസഡിൻ്റെ സ്ക്വയർ ഇസഡ് അല്ലേ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ക്യൂ സ്ക്വയർ. അല്ലെങ്കിൽ ഒന്നും കൂടി എഴുതുവാണെങ്കിൽ 16 ഇസഡ് ക്യൂബ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ക്യൂ സ്ക്വയർ എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമുക്കിവിടുന്ന് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ചില പ്രോബ്ലത്തിൽ നമുക്ക് കുറച്ച് അധികമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ടി വരും, ചിലതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും. ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതി വേരിയസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.